ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത്. ഇതൊരു ലോങ് വീഡിയോ ആണ്, ലോങ് റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? എന്താണ് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്നവർ എടുക്കുക, അല്ലാത്തവർ ഇതിനെ ഉപേക്ഷിക്കുക. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ത് ചുറ്റുപാടാണ് നിങ്ങൾക്ക് എന്ത് സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങളുടേതെന്ന് നമുക്ക് നോക്കാം. എന്ത് പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന്, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയോ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വഞ്ചന, ഒരു രഹസ്യം, അപകടകരമായ ഒരു പ്രവർത്തനത്തിൽ കൂടിയായിരുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഒരു എവിടെ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ വല്ല കൂട്ടുകെട്ടിൽ പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ എവിടെയോ വഞ്ചിക്കപ്പെട്ടു, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകണം. ചിലപ്പോൾ നല്ല സിറ്റുവേഷനായിട്ട് തോന്നിയെങ്കിൽ പോലും നിങ്ങൾ ഒരു ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു പോകുന്ന നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ, നിങ്ങളൊരു ഒരു എന്താണ് ഒരു നല്ലൊരു വ്യക്തിയാണ്. ഒരു പുതിയ കാഴ്ചപ്പാടുകളും എല്ലാത്തിനും സ്വീകരിക്കാൻ വളരെയധികം ചിന്തിച്ചും ആലോചിച്ചും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആലോചനയിലൂടെയും ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയായ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ഒരു പണസമ്പാദനം, അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണം സമ്പാദിക്കുന്ന ഒരു സ്വയം പര്യാപ്തനായ വ്യക്തി, അല്ലെങ്കിൽ കഠിനാധ്വാനിയായ വ്യക്തി, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഓരോ ചുവടുകൾ വെച്ചപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായ നിങ്ങളുടെ പ്രവൃത്തി മൂലം നിങ്ങൾക്ക് ഉണ്ടായ നേട്ടമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഒരു സമ്പാദ്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വിവാഹ ജീവിതം, അല്ലെങ്കിൽ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു തുടക്കം, പുതിയൊരു തുടക്കം, അല്ലെങ്കിൽ വൈകാരികമായ ഉണർവ്, അല്ലെങ്കിൽ പുതിയൊരു കലാപരമായൊരു തുടക്കം, എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു പണം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് മൂലം എന്ത് ചെയ്യാൻ പറ്റും? പണമുള്ളിടത്ത് എല്ലാവരും വരുന്നത് പറഞ്ഞാൽ മതി. പണമുള്ളിടത്ത് നിങ്ങളുടെ സ്നേഹം വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാനായിട്ട് പണം എന്നൊരു സംഭവം നിങ്ങളെ കൊണ്ട് പറ്റും. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സമ്പാദിച്ച സമയത്തോ എന്തെങ്കിലും ചെയ്ത സമയത്ത് നിങ്ങൾ അറിയാതെയെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ സ്വത്ത് മോഹിച്ചോ പണം മോഹിച്ചോ ഏതെങ്കിലും വ്യക്തികൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെറുതായി വഞ്ചിക്കപ്പെട്ടപ്പോൾ നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് ഇതൊക്കെ പെട്ടാലും നിങ്ങൾ അത് തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ വഞ്ചന, നിങ്ങളെ വഞ്ചിക്കപ്പെട്ടത് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ധ്യാനപൂർണമായ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചും കണ്ടും ഒരുപാട് കഷ്ടപ്പെട്ടും നേടി പണമുണ്ടാക്കി നിങ്ങൾ അവരിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളത് സ്വീകരിച്ചു. സ്നേഹം ലഭിച്ചു. നിങ്ങൾക്ക് പല പല ഐഡിയകൾ ഉണ്ടായി. പല പല കാര്യങ്ങളിൽ തുടക്കങ്ങൾ ഉണ്ടായി. ബിസിനസ് ആയിക്കോട്ടെ, പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ, എന്തിലും നിങ്ങൾക്കൊരു ഉണർവുണ്ടായി. ഇതെല്ലാം ഉണ്ടായപ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടായത്? ഒരു ചതി സംഭവിച്ചത്. പക്ഷെ നിങ്ങളത് തിരിച്ചറിയുകയും നിങ്ങൾ അതിൽ നിന്നും പതുക്കെ മൂവ് ചെയ്യാണ്. ഒഴിഞ്ഞു പോകണമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോയി. നിങ്ങളുടെ ഇപ്പോഴത്തെ ചുറ്റുപാട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് നിങ്ങളുടെ ചുറ്റിലുമുള്ളത്. ആരോഗ്യപരമായ ഒരു ഇത്, അല്ലെങ്കിൽ വളരെ ഉന്മേഷം, യുവത്വം ഉള്ളൊരു വ്യക്തിയായിട്ട്, അതായത് നിങ്ങൾ വയസ്സായ ആളായിക്കോട്ടെ ചെറുപ്പക്കാരനായിക്കോട്ടെ, നിങ്ങൾക്കൊരു കുട്ടിയുടെ എനർജി, ആരോഗ്യം, ചുറുചുറുക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചുറുചുറുക്കോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകും.
നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് വളരെ എഫോർട്ടൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെ വിജയം തന്നെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. ധൈര്യമായിട്ട് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ഒരു കാര്യം നിങ്ങൾ ഇച്ഛാശക്തിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊരു വിജയം, അല്ലെങ്കിൽ കാര്യം എന്താണോ നിങ്ങൾ മനസ്സിൽ കണ്ടത് അത് കാര്യപ്രാപ്തിയോട് ചെയ്തു അതിനൊരു വിജയം ഉണ്ടാകുകയും ഒരു അഭിലാഷ പൂർത്തീകരണം തന്നെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളൊരു സോൾമേറ്റിനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഒരു പങ്കാളിയെ, ബിസിനസ്സിലാണെങ്കിൽ ഒരു പങ്കാളിയെ കണ്ടുപിടിക്കും, ജീവിതത്തിലാണെങ്കിൽ ഒരു സോൾമേറ്റിനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഒരു നല്ലൊരു സുഹൃത്തിനെ കണ്ടുപിടിക്കും. രണ്ടുപേരും ഈക്വൽ മനോഭാവമുള്ളവരായിരിക്കും, രണ്ടുപേരും ഈക്വൽ പങ്കാളിത്തമുള്ളവരായിരിക്കും, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ, അത് ബിസിനസ് ആയിക്കോട്ടെ നിങ്ങളുടെ സ്നേഹബന്ധമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അതിലൂടെ നിങ്ങൾക്കൊരു പങ്കാളിത്തം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ദൈവം സഹായിച്ച് യൂണിവേഴ്സ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പോസിറ്റീവ് റീഡിംഗ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരുന്നത്, നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ എവിടെയോ വഞ്ചിക്കപ്പെടുകയോ എന്തൊക്കെയോ അനുഭവിച്ചിട്ടുണ്ട് നിലവിൽ. അതിൻ്റെ കാര്യകാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിൽ ആ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം ചതിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്ത് പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നേറുകയാണ്. പുതിയൊരു ഇച്ഛാശക്തിയോടുകൂടി പുതിയൊരു കാര്യം നേടണമെന്നുള്ള വിശ്വാസത്തോടു കൂടി, നിങ്ങൾ ചുറുചുറുക്കോടുകൂടി, നിങ്ങൾ വിജയം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി വളരെയധികം നല്ലൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് എന്താണ്? നിങ്ങൾക്ക് വിജയമാണ്. ഒരു അഭിലാഷ പൂർത്തീകരണം, ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോരുമ്പോൾ ഒരു അഭിലാഷ പൂർത്തീകരണം ഉണ്ടാകുകയും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്നു. പങ്കാളി അതൊരു നല്ലൊരു ബിസിനസ്സുകാരനായ പങ്കാളിയായിരിക്കാം, ബിസിനസ്സുകാരിയായ പങ്കാളിയായിരിക്കാം, ഇല്ലെങ്കിൽ നല്ല സ്നേഹം നൽകുന്ന പങ്കാളിയായിരിക്കാം. ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. അത് നിങ്ങളുടെ കച്ചവടത്തിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ എല്ലാം നല്ലൊരു ഈക്വൽ പാർട്ട്നേഴ്സിനാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂണിവേഴ്സ് എനിക്ക് നൽകിയ സന്ദേശം ഇതാണ്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ അറിയിക്കാൻ വേണ്ടി നൽകിയത് സന്ദേശമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്.